ആമേൻ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഒന്നുമില്ലായ്മയിൽ നിന്നും നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ച് പുത്രനെ തന്നു രക്ഷിച്ചു നീ നിന്മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു നിന്മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു അന്നവസ്രാദി നന്മകളെ ഹല്ലേലൂയ എന്നതിലാതെ ചൊരിഞ്ഞു തിന്മകൾ സർവ്വത്തിൽ കന്മഴി പോലെ കാക്കുന്നു നീ നിന്മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു നിന്മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ക്ലാസ്സിലായിരിക്കുന്ന ബെഥേൽ ബൈബിൾ സ്കൂൾ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മറ്റു ചില പ്രിയപ്പെട്ടവരിലൂടെ ഇത് ജോയിൻ ചെയ്യുന്നു എന്ന് അറിയുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹിതരൊക്കെ അവർക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം അവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് ഇതൊരു അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് ഏവർക്കും നമുക്ക് നമ്മുടേതായ ജ്ഞാനത്തിലും നമുക്ക് ദൈവം നൽകുന്ന കൃപയിൽ നിന്നുകൊണ്ട് പഠിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കാരണം ദൈവമക്കൾ ഓരോരുത്തരും കാണിക്കുന്ന ആ വലിയൊരു ഉത്സാഹത്തിനായിട്ട് കർത്താവിന്റെ വചനം പഠിക്കാൻ കാണിക്കുന്ന ആ ഒരു താല്പര്യത്തിനായിട്ട് ഞാൻ അങ്ങേയറ്റം എല്ലാവരോടും നന്ദി പറയുന്നു. പലപ്പോഴും പഠിക്കാൻ പഠന ക്ലാസ്സുകൾക്കൊക്കെ വളരെ ആൾ കുറവാണുള്ളത് അല്ലെ, മറ്റുള്ള മീറ്റിങ്ങുകൾക്കൊക്കെ ആളുള്ളത് പഠിക്കാൻ. പക്ഷെ ഇത്രയും പേര് കഴിഞ്ഞ ക്ലാസ്സിന് ഏതാണ്ട് 40-ലധികം ആളുകൾ ഒരുമിച്ച് കൂടി എന്ന് പറയുമ്പോൾ അത് ഒരു വലിയൊരു വിജയം അനുഗ്രഹമായിട്ട് അപ്പൊ എത്രത്തോളം സന്തോഷമുണ്ട് ഈ കാര്യത്തില്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഫ്രൈഡേയില് ഉള്ള സമയങ്ങളിലുള്ള ആരാധനയിൽ നമുക്ക് പലപ്പോഴും സമയം കിട്ടാറില്ല. കാരണം നമുക്ക് മറ്റു പല കാര്യങ്ങൾക്ക് പോലും നമ്മുടെ സമയം കഴിയുന്നില്ല. അപ്പോൾ ആ ഒരു ക്ലാസ്സോടെ നമുക്ക് അത് എടുക്കാൻ മറ്റുള്ള കൂട്ടായ്മകളിൽ നമ്മൾ കുറച്ചു പേർക്ക് മാത്രമാണ് പങ്കെടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള പല പരിമിതികളും നമുക്കുണ്ട് ഇവിടുത്തെ ഒരു സാഹചര്യം. നാട്ടിലാണെങ്കിൽ അങ്ങനെയല്ല, ഏത് ദിവസം അങ്ങനെ കൂടാനും നമുക്ക് ഒരുമിച്ച് പഠിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള പല ദിവസങ്ങൾ നമുക്ക് വേണമെങ്കിൽ അതിനുവേണ്ടി മാറ്റിവെക്കാൻ സാധിക്കും. ഇവിടെ ഇപ്പം എല്ലാവർക്കും ജോലിയോടുള്ള ബന്ധം അതോ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വെള്ളിയാഴ്ച മാത്രമാണ് പലർക്കും ലഭിക്കുന്നത്. ആ സമയത്ത് നമുക്ക് നമ്മുടെ ആരാധനയെ കഴിഞ്ഞ് നമുക്ക് മറ്റൊരു സമയം കിട്ടുന്നില്ല. പിന്നെ അതുമല്ല പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞിട്ടൊരു ക്ലാസ്സോ അതും പറ്റത്തില്ല, എല്ലാവർക്കും തന്നെ പോകണം, മറ്റു സാഹചര്യങ്ങൾ അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ദൈവം ഒരുക്കി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ ഇന്ന് രാത്രികാലം ബലപ്പെടുത്തട്ടെ. വേഗത്തിൽ നമ്മുടെ ക്ലാസ്സിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ പുസ്തകം ഏറ്റവും ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ജീവിതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ക്രിസ്തു വിശ്വാസിക്ക് ഏറ്റവും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തക്കവണ്ണമുള്ള ശക്തമായ ആത്മദൂതുകൾ പകർന്നു നൽകുന്ന വഴികാട്ടിയായി തീരുന്ന ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്ന പുസ്തകമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പേർക്ക് അറിയാം ഏത് പുസ്തകം പഠിക്കുന്നത് ഓർക്കുന്നുണ്ടോ? ആണല്ലേ? അപ്പോസ്തല പ്രവൃത്തിയാണോ നമ്മൾ പഠിക്കുന്നത്? ഞാൻ പറഞ്ഞത് തെറ്റാണോ? അല്ല. ഓക്കെ. അപ്പൊ ദൈവം നമ്മെ കൂടുതൽ ഇന്ന് രാത്രിയിലും ബലപ്പെടുത്തട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറഞ്ഞാല് ഞാൻ അതിന് കൊടുക്കുന്ന ഒരു ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്നാണ് നമുക്ക് ഉടനീളം കാണുവാൻ കഴിയുന്നത്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മൊത്തം മനസ്സിലാകുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ
കഴിഞ്ഞ ആഴ്ച പഠിച്ചതിന്റെ ഒരു റിവ്യൂ നമ്മൾ ഒന്ന് നോക്കിയിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളാണെന്ന് നമുക്ക് പഠിച്ചു. അപ്പോസ്തോലൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് നമ്മൾ പഠിച്ചു അല്ലെ? എന്താണ് അപ്പോസ്തോലൻ എന്ന വാക്കിന്റെ അർത്ഥം? മ്യൂട്ട് മാറ്റിയിട്ട് പറഞ്ഞാട്ടെ. ദൈവത്താൽ ഐക്യപ്പെട്ടവൻ. ഓക്കെ. ദൈവത്താൽ ഐക്യപ്പെട്ടവൻ കേട്ടോ. ദൈവത്താൽ ഐക്യപ്പെട്ടവൻ. അതിനൊരു നിർവചനം കൂടെ ഞാൻ പറഞ്ഞാൽ അതെ അതെ. ദൈവത്താൽ ഐക്യപ്പെട്ട വ്യക്തി എന്ന അതിന് എങ്ങനെ ഐക്യപ്പെടുന്നു? പ്രത്യേക ദൗത്യ നിർവഹണത്തിന് വേണ്ടി അല്ലെ, നിർവഹിക്കുവാൻ ദൈവത്താൽ ഐക്യപ്പെട്ട ആ വ്യക്തി അല്ലെ. എവിച്ചായാണ് ഈ പറഞ്ഞത്. ഞാൻ എവിച്ച പറഞ്ഞെന്ന് തോന്നുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ബാക്കിയുള്ളവർ കൂടെ പറഞ്ഞു, അവരെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ദൈവത്താൽ ഐക്യപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പോസ്തോലൻ എന്ന് നമുക്ക് കാണുവാനായിട്ട് അതേ സാധിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ ആരാണെന്ന് നമ്മൾ പറഞ്ഞത്? ലൂക്ക്. ഇവിടെ എനിക്ക് കുറച്ച് സ്റ്റുഡൻസ് എന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. അവർ പറയുന്നു ലൂക്കോസ് ആണ് എന്ന് പറയുന്നു. ലൂക്കോസ് ആരായിരുന്നു? ഡ്യൂട്ടി എന്തായിരുന്നു? ആരായിരുന്നു? ജിനുവാൻറ്റി പറയുന്നു വൈദ്യനാണെന്ന്. യെസ്, ഡോക്ടർ ആയിരുന്നു. ഓക്കെ. അതെ. ഇത് കേൾക്കുന്ന ക്ലാസ് കേൾക്കുന്ന കുട്ടികൾ ഇവിടെയുണ്ട്, യൂത്ത് ഉണ്ട്. അവർക്കൊക്കെ ഡോക്ടർ ആകാനായിട്ട് ഇനി അവസരമുണ്ട് കേട്ടോ. നന്നായിട്ട് പഠിക്കുക. ലൂക്കോസിനെ പോലെ ഒരു വൈദ്യനായി മാറാൻ, ഡോക്ടറായി തീരാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരു ഡോക്ടർ ആയതുകൊണ്ട് താനൊരു നല്ല സുശിക്ഷകനായിരുന്നു നമുക്ക്. അടുത്തതായിട്ട് നമ്മൾ ഇതിന്റെ ഒരു കീവേഡ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? കീവേഡ് ഒന്നിന്റെ എട്ട്. എന്തോ? എനിക്ക് എല്ലാരും ഇത് കൈയടിച്ച് കാണിക്കും കേട്ടോ. എല്ലാരും ഇത് പ്രോത്സാഹിപ്പിക്കും. ക്ലാസ് ആയതുണ്ട് കേട്ടോ നമ്മളെ. അപ്പം ക്ലാസ്സിൽ ഉത്തരങ്ങൾ പറയുന്ന കുട്ടികളെ നമ്മൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കണം. അവര് തലേ ദിവസമൊക്കെ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നതാണ് അത് കേട്ടോ. ഹോംവർക്ക് ചെയ്യുന്നതാണ്. ഒന്നിന്റെ 8, ആക്സ് 1:8. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. എത്ര പേര് കാണാതെ പഠിച്ചിട്ടുണ്ട്? ആരൊക്കെ കൈ പൊക്കുന്നുണ്ട്? പറഞ്ഞാണ് സലോമ. End of the earth. Very good. ഈ ആൻസർ പറയുന്നത് നോട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേക സമ്മാനം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ ഈ ക്ലാസ്സിൽ കേട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരുന്ന് ചോദിക്കും പറയണം. ഏതിനാ സമ്മാനം ഞാൻ പറയുന്നില്ല, അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് സമ്മാനം കൊടുക്കേണ്ട ആൻസർ കേട്ടോ. അപ്പം എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്തോണം. അപ്പൊ നിങ്ങളെ നല്ല സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പൊ അപ്പോസ്തല പ്രവൃത്തി 1:8 നമ്മുടെ കീവേഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് എല്ലാവരും കാണാതെ പഠിക്കണം. കുട്ടികളെല്ലാം ഇംഗ്ലീഷിൽ പഠിക്കുക. ബാക്കിയുള്ളവർ മലയാളത്തിൽ അത് പഠിക്കണം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിൽ, യഹൂദയിൽ എല്ലായിടത്തും, ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. അപ്പോൾ ഈ
അതാണ് കേട്ടോ. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ എന്തായി മാറും? വിറ്റ്നസ് ആയി മാറും, സാക്ഷിയായി മാറും. എവിടം വരെ സാക്ഷിയായി തീരുമെന്നാ പറഞ്ഞേക്കുന്നത്? എൻഡ് ഓഫ് ദ വേൾഡ്, അല്ലെ, എൻഡ് ഓഫ് ദി എർത്ത്, അല്ലെ, അറ്റർമോസ്റ്റ് പാർട്ട് ഓഫ് ദ വേൾഡ്, അല്ലെ, ഈ ഭൂമിയുടെ എന്താണ് അറ്റത്തോളം നിങ്ങൾ അതിന്റെ സാക്ഷികളാവുന്നതാണ്. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ എന്താക്കി തീർക്കുന്നത്? യേശുക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കി മാറ്റുന്നു, അല്ലെ. നിങ്ങൾ ഇന്ന് ക്ലാസ്സിൽ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ മേൽ ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ക്ലാസ്സിൽ ഇരിക്കുന്നത്, അല്ലെ. നിങ്ങളെ മറ്റൊരാളോട് യേശുവിനെ കുറിച്ച് വലിയ വിവരണമൊന്നും കൊടുത്തില്ല, വലിയ തിയോളജി ഒന്നും പറഞ്ഞില്ലെങ്കിലും നിങ്ങളെ കർത്താവ് സൗഖ്യമാക്കുമെന്നും നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരണമെന്നും കർത്താവിന്റെ സന്നിധിയിൽ എന്താണ് വന്നാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്നും ഒക്കെ പറയാൻ തക്കവണ്ണം നിങ്ങളെ പ്രാപ്തിയുള്ളവരാക്കിയത് എന്താണ്? നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്താണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ എന്ത് പ്രാപിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്? ശക്തി, അല്ലെ. ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എവിടെയൊക്കെയാണെന്ന് പറഞ്ഞേ? യെരുശലേം. ഞാൻ പറഞ്ഞു യെരുശലേം എവിടെയാണെന്ന്? നമ്മുടെ ഭവനത്തിനകത്ത്. അടുത്തത് യൂദിയ, യഹൂദിയ. നമുക്ക് പരിചയപ്പെടാം കുറച്ചുകൂടെ നമ്മുടെ എന്താണ് നമുക്ക് ചില ബന്ധങ്ങളുള്ള സ്ഥലങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, അവരിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അടുത്തത് എന്താണ്? ശമരിയ. നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലം, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് ദൈവത്താൽ എന്താണ് ആ ദർശനം പ്രാപിച്ച് നമ്മുടെ ഭവനത്തിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഒക്കെ മാറുന്ന ശമരിയയിൽ നിന്ന് വളരെ നല്ലൊരു ദൂരത്തിലുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ എന്താണ് പലരും നോർത്ത് ഇന്ത്യയിലേക്ക് പോകും. ഞാൻ ആ ശമരിയെ നോർത്ത് ഇന്ത്യ ആയിട്ടൊന്ന് ഉപമിക്കുക കേട്ടോ. പാസ്റ്റർ നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാലും വിചാരിക്കരുത്, നോർത്ത് ഇന്ത്യ ആയിട്ടൊന്ന് ഉപമിക്കുക. പല ദൈവദാസന്മാരും ദൈവമക്കളും നോർത്ത് ഇന്ത്യക്ക് പോകും ശമരിയ. അപ്പൊ നിങ്ങളെ മനസ്സിലേക്ക് പെട്ടെന്ന് വരാൻ വേണ്ടിയാ. യെരുശലേമില് അല്പം കൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ അടുത്തൊക്കെ പോയി ഒന്ന് സാക്ഷിക്കുക. അത് എന്താണ് യഹൂദിയ. അടുത്തത് എന്താണ്? ശമരിയ. അത് നോർത്ത് ഇന്ത്യ. പിന്നെ എന്താണ്? ലോകത്തിന്റെ അറ്റത്തോളം എവിടെ വേണമെങ്കിലും ആകാം. ആഫ്രിക്കൻ കൺട്രിയാകാം, ഏഷ്യൻ കൺട്രിയാകാം, യൂറോപ്യൻ കൺട്രിയാകാം. കർത്താവ് എവിടെയാണോ നമ്മെ വിടുന്നത് അവിടം വരെ, അതുവരെ നമ്മൾ എന്തായി മാറണം? കർത്താവിന് സാക്ഷിയാകുവാൻ ഇന്ന പരിധിയെന്നില്ല, ഇന്ന ഇടവുന്നില്ല. ദൈവം എവിടെയാണോ നമ്മളെ അയക്കുന്നത് അവിടെ നമ്മൾ ആരുടെ സാക്ഷിയായി തീരണം? യേശു ക്രിസ്തുവിന്റെ സാക്ഷിയായി തീരുവാനായിട്ട് അത് ഇടയായി തീരണം. ഈ ലൂക്കോസിന്റെ ജനിച്ച സ്ഥലം എവിടെയാണെന്ന് പറയാം ആർക്കെങ്കിലും? അന്ത്യോക്യയിലാണ്. ജൂവനാണ് പറഞ്ഞിരിക്കുന്നത്. അന്ത്യോക്യയിലാണ്. എവിടെയാണ് വളർന്നത്? ത്രോവാസിലെ ബാവുച്ചാനെ ത്രോവാസ് എന്ന് പറയുന്നു. ബാവുച്ചാനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തത് താൻ വൈദ്യപഠനം നടത്തിയത് എവിടെയാണെന്നറിയാമോ? ഫിലിപ്പിയല്. തന്റെ മരണം എപ്പോഴാണെന്നറിയാമല്ലോ? 85 വയസ്സ്. 85 കേട്ടോ. 85 വയസ്സിൽ കേട്ടോ. അനുമോ സിസ്റ്റർ ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റ് ഇതിനോട് സഹകരിച്ച് പറയുന്നവരെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാനിങ്ങനെ കേൾക്കുന്നത് പലരുടെ സൗണ്ട് ആയതുകൊണ്ടാണ് കേട്ടോ. ഓരോരുത്തരുടെ ഇങ്ങനെ തിരിച്ചറിഞ്ഞ് പറയുന്നതാണ്. അതുകൊണ്ട് പറയുന്ന എല്ലാവരും കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. അപ്പോൾ അടുത്തതിലേക്ക് നമ്മൾ ഇനിയും കടക്കുകയാണ് സമയപരിമിതികൾ കൊണ്ട്. ഇത് നിങ്ങൾ ബൈബിൾ നോക്കണ്ട, ബൈബിൾ അടച്ചു വെച്ചേക്കും കേട്ടോ. ബൈബിള് ഞാൻ പറയുമ്പോൾ മാത്രം തുറക്കാൻ വായിക്കാനൊക്കെ ഉണ്ട്. ബൈബിൾ പറയുമ്പോൾ മാത്രം നോക്കാം. കാരണം ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ബൈബിൾ വായിക്കാൻ വേറെ സമയമുണ്ട്. ഇത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി എല്ലാവരും ബൈബിള് വീട്ടിലിരുന്നുകൊണ്ട് റൂമിൽ ഇരുന്നുകൊണ്ട് ബൈബിൾ വായിക്കുക. എത്രാമത്തെ പുസ്തകമാണ് ആക്സ് എന്ന് ആർക്കെങ്കിലും അറിയാമോ? കയ്യിൽ നിന്ന് കാണിച്ചാൽ മതി. പറയണമെങ്കിൽ ആ മൈക്ക് ഓൺ ചെയ്ത് പറയാം. എന്നരുത്. എന്നെന്താ? 44-ാമത്തെ പുസ്തകം. 44-ാമത്തെ പുസ്തകം കേട്ടോ. ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. 4 കേട്ടോ. ഓർത്തിരിക്കാൻ ഏറ്റവും എളുപ്പമുണ്ട്. 4 44-ാമത്തെ പുസ്തകമാണ് അപ്പോസ്തലപ്രവൃത്തി. ബൈബിളിലെ എത്രാമത്തെ പുസ്തകമാണ്? 44 കേട്ടോ. ആക്സ് ബൈബിളിലെ എത്രാമത്തെ പുസ്തകമാണ്? 44 കേട്ടോ. ഈ ആക്സ് പുതിയ നിയമത്തിൽ എത്രാമത്തെ പുസ്തകമാണെന്ന് പറയാമോ? 5-ാമത്തെ പുസ്തകം കേട്ടോ. ക്ഷണിച്ചാലും സഹിച്ചാലും പറയുന്നു 5-ാമത്തെ പുസ്തകമാണെന്ന്. അത് ഞാൻ അവരുടെ കൂടെ സമ്മതിക്കുന്നു. അപ്പൊ 5-ാമത്തെ പുസ്തകമാണ്. ഇത് മറന്നു പോകരുത് കേട്ടോ. ബൈബിളിലെ 44-ാമത്തെ പുസ്തകം ആക്സ്.
പുതിയ നിയമത്തിൽ 5-ാമത്തെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തലരുടെ പ്രവൃത്തി. കേട്ടോ, 5-ാമത്തെ അതേ പുസ്തകം. ഇനി എത്ര അധ്യായങ്ങളുണ്ടെന്ന് പറയാമോ? 28 അധ്യായങ്ങളാണ് അപ്പോസ്തലരുടെ പ്രവൃത്തിയിലുള്ളത്. എത്രയുണ്ട്? 28 അധ്യായങ്ങൾ. കേട്ടോ, 28 അധ്യായങ്ങൾ. അത് നോട്ട് ചെയ്യുന്നവർ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ, എക്സാം ഉള്ളത് കൊണ്ടാണ്. 28 അധ്യായങ്ങളാണ് സാധിക്കുന്നത്. അപ്പോൾ തന്നെ ബൈബിളിൽ മറ്റൊരു പുസ്തകം 28 അധ്യായം ഉള്ളതുണ്ട്. പുതിയ നിയമത്തിൽ ഏതാണെന്ന് പറയാമോ? മത്തായിയുടെ സുവിശേഷം. ഞാൻ പറയുന്നു മത്തായിയുടെ സുവിശേഷം 28 അധ്യായമുണ്ട്. മാത്യു 28, അപ്പോസ്തലരുടെ പ്രവൃത്തി 28. അപ്പം കണ്ടോ, 2 പുസ്തകങ്ങൾ പുതിയ നിയമത്തിൽ 28 അധ്യായങ്ങളുണ്ട്. ഏതൊക്കെയാണ്? മാത്യു, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽ. കേട്ടോ, 2 പുസ്തകങ്ങളുടെയും ചാപ്റ്ററുകൾ സെയിം ആണ്. അപ്പൊ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമുണ്ട്. ഒന്ന് മത്തായി 28, അപ്പോസ്തലരുടെ പ്രവൃത്തിയും 28. എത്ര വാക്യങ്ങൾ ഉണ്ടെന്ന് അറിയാമോ? നോട്ട് ചെയ്തോണം. 1005 വാക്യങ്ങളുണ്ട് അപ്പോസ്തലരുടെ പ്രവൃത്തിയിലെ. 1005. 1005 വാക്യങ്ങൾ. 1005. ഇനി ക്വസ്റ്റ്യൻസ് എത്രയുണ്ടെന്നുള്ളത് 75. 75 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചോദ്യ രൂപേണയുള്ള വാക്യങ്ങൾ. അത് 75 എണ്ണം. നമ്മൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ. ആർക്കെഴുതി, എന്തിനു വേണ്ടി, യെരുശലേമിൽ നിന്ന് എത്ര ദൂരം ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഓരോ സംഭാഷണത്തിലും ഓരോ പാരഗ്രാഫിന്റെ ഇടയിലും ഒക്കെ വരുന്ന ചോദ്യങ്ങൾ. നമുക്ക് അത് വായിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല, എങ്കിലും അങ്ങനെയുള്ള ചോദ്യങ്ങൾ 75. ഒന്നുകൂടെ ഞാൻ പറയുന്നു, എത്രാമത്തെ പുസ്തകം? 44. പുതിയ നിയമത്തിലെ 5-ാമത്തെ പുസ്തകം. വാക്യങ്ങൾ 1005. പിന്നെ ചോദ്യങ്ങൾ എത്രയാണെന്ന് പറഞ്ഞ് 75. അതെ, ഓർക്കണം. അടുത്തത് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന പഴയ നിയമത്തിന്റെ പ്രവചനങ്ങൾ. പഴയ നിയമത്തിന്റെ ചില ഇത് കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിന്റെ ചില പ്രവചനങ്ങൾ കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് എത്രയാണെന്ന് അറിയാമോ? 21 കേട്ടോ. 21 പഴയ നിയമ പ്രവചനങ്ങൾ എന്ന് പറഞ്ഞാൽ എടുത്തെഴുതിയിരിക്കുന്നത്. ഇപ്പം സങ്കീർത്തനത്തിലെയോ അല്ലെങ്കിൽ യെശയ്യാവ് പറഞ്ഞിരിക്കുന്നതിലോ ഒരു വേർഡ് എടുത്ത് ആക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എത്രയാണോ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് 21 കേട്ടോ. നെക്സ്റ്റ് വൺ, ചരിത്രപരമായ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. 942 942 942 കേട്ടോ. 942 പ്രധാനപ്പെട്ട വാക്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ 63. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ് എത്രയുണ്ട്? 63. ഒന്നുകൂടെ പറയുന്നു. വാക്യങ്ങൾ 1005, ചോദ്യങ്ങൾ 75, പഴയ നിയമ പ്രവചനങ്ങൾ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്നും കോട്ട് ചെയ്ത് ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് എടുത്തെഴുതിയിരിക്കുന്നത് 21 പ്രവചനങ്ങൾ. ചരിത്രപരമായ വാക്യങ്ങൾ, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 945 അല്ലെ? 942 942 വാക്യ ചരിത്രപരമായത്. അടുത്തത് പ്രധാനപ്പെട്ട വാക്യം എത്രയെന്നാ പറഞ്ഞ് 63. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ ഏകദേശം ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ 28 അധ്യായത്തിനകത്തൂടെ എത്ര വാക്യമുണ്ട്? 1005 വാക്യങ്ങൾ. 1005 വാക്യങ്ങൾ കേട്ടോ. പിന്നെ ഈ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് മറ്റേത് പുസ്തകത്തെക്കാളും പരിശുദ്ധാത്മാവ് എന്ന വേർഡ് ഏറ്റവും അധികം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽ. ആക്ട്സിലാണ്, അപ്പോസ്റ്റൽ പ്രവൃത്തിയിലാണ് ഏറ്റവും കൂടുതൽ ആ പരിശുദ്ധാത്മാവ് എന്ന പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. എത്ര പ്രാവശ്യം പരിശുദ്ധാത്മാവ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു? നിങ്ങൾ അത് ഹോംവർക്കാണ്, എഴുതിയിട്ടോ. പരിശുദ്ധാത്മാവ് എന്ന പദം അപ്പോസ്തല പ്രവൃത്തിയിൽ എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു കേട്ടോ? കണ്ടുപിടിച്ചെടുക്കണം. പരിശുദ്ധാത്മാവ് ഒരെണ്ണം പറയാം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ 1 കേട്ടോ. അതുപോലെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത്
ബർന്നബാസിനെ എന്താണ് പൗലോസിനെയും എനിക്ക് വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് അതിന് അങ്ങനെ കേട്ടോ, അങ്ങനെ പറഞ്ഞിരിക്കുന്ന വേർഡുകൾ. ഞാൻ 3 തന്നെ ഞാൻ പറഞ്ഞു, ഇനി ബാക്കിയാണ് വിളിച്ചാൽ മതി. അങ്ങനെ പരിശുദ്ധാത്മാവ് വേർതിരിച്ചു, പരിശുദ്ധാത്മാവ് അവരെ നയിച്ചു, പരിശുദ്ധാത്മാവിൽ എന്ത് ചെയ്തു, അവർ ചെന്ന് പരിശുദ്ധാത്മാവ് അവരെ വിലക്കി. അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് അത് ബുക്കിൽ എഴുതി വരണം, എത്രയുള്ളത് കേട്ടോ, ഹോംവർക്ക്. ഓക്കെ, അടുത്തത് ഇത് അവിടെ വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 1:1 ആരെങ്കിലും ഒന്ന് ഇത് മൈക്കൊന്ന് മാറ്റിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വായിക്കാമോ? മതി. ആർക്ക് വേണ്ടി അല്ലെങ്കിൽ ആർക്കുള്ള ഒരു എഴുത്തായിട്ടാണ് ഇത് കാണുന്നത്? തെയോഫിലോസ്. ആർക്ക് വേണ്ടിയാണ്? തെയോഫിലോസ് എന്ന് പറയുന്നത് റോമൻ ഗവൺമെന്റിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ അപ്പോസ്തലപ്രവൃത്തി ആർക്ക് വേണ്ടിയാണ് എഴുതിയത്? ആർക്കുള്ള ഒരു എഴുത്താണ്? തെയോഫിലോസ് എന്നുള്ള ഒരു എഴുത്താണ് കേട്ടോ. മറ്റൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, വാക്യങ്ങൾ, അധ്യായങ്ങള്, അതൊക്കെ നമ്മളതിനെ വിഭജിച്ച് പഠിക്കുകയാണ്. പക്ഷെ അതിലൊരു വേർഡ് എഴുതിയിരിക്കുന്നു, തെയോഫിലോസിന് വേണ്ടിയാണ്. ലൂക്കോസിന്റെ ഉറ്റ സുഹൃത്തായിരുന്നു തെയോഫിലോസ്. ആ റോമൻ ഗവൺമെന്റിലെ ഒരു ഉന്നത, അദ്ദേഹത്തെ കുറിച്ച് വലിയ വിവരണങ്ങളൊന്നുമില്ല, ചരിത്രപരമായ 1-2 ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. അധികം നമുക്ക് ഗ്രഹിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തെ കുറിച്ച്. ചരിത്രരേഖകളിലും അദ്ദേഹത്തെ കുറിച്ച് അധികം കാര്യങ്ങളൊന്നും നമുക്ക് കാണുന്നില്ല. അപ്പൊ തെയോഫിലോസ്, തെയോസ് എന്നാൽ എന്താണ്? അതിന്റെ മീനിങ് ഗോഡ് എന്നാണ്. തെയോസ്, ഗോഡ്, THEOS, തെയോസ് എന്ന് പറഞ്ഞാൽ ഗോഡ്, ദൈവം എന്ന പദമാണ്. ഫിലയോ എന്ന് പറഞ്ഞാൽ സ്നേഹം എന്ന പദമാണ്. ഫിലയോ, തെയോഫിലോ എന്ന് പറഞ്ഞാൽ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവൻ. തെയോഫിലോസിന്റെ മീനിങ് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവൻ. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാണ് തെയോഫിലോസ് കേട്ടോ. തെയോസ് എന്ന് പറഞ്ഞാൽ ദൈവം എന്ന പദമാണ്. അതിൽ നിന്നാണ് എന്താണ് തെയോസ് എന്ന് എന്ത് ചെയ്യുന്നു, അതിന്റെ പല രൂപങ്ങൾ നമുക്കിത് ഗ്രീക്കിൽ കാണാൻ കഴിയുന്നുണ്ട്. ഫിലയോ എന്ന് പറഞ്ഞാല് അതിന് സ്നേഹത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. അഗാപ്പെ സ്നേഹം, ഫിലയോ സ്നേഹം. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന സ്നേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പല വേർഡുകളുണ്ട്. അതിലൊന്നാണ് ഫിലയോ എന്ന് പറയുന്നത്. തെയോസ് എന്ന് പറഞ്ഞാൽ ദൈവം, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവൻ എന്ന മീനിങ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തെയോസ് എന്ന് പറഞ്ഞാല് തിയോസ് എന്ന് പറഞ്ഞാൽ ദൈവം. അങ്ങനെയാണ് എന്ത് വേർഡ് വന്നിരിക്കുന്നത്? തിയോളജി അല്ലെ? തിയോളജി എന്ന് പറഞ്ഞാൽ ദൈവ സയൻസ്, ഓളജി. തെയോസ് എന്ന് പറഞ്ഞാൽ ദൈവം, തിയോസ് എന്ന് പറഞ്ഞാൽ ദൈവം, ദൈവത്തെ കുറിച്ചുള്ള പഠനം, തിയോളജി. അങ്ങനെ ആണ് തിയോളജി എന്ന വേർഡ് വന്നിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് ഞാനിങ്ങനെ എന്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മൾ ഈ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ടുള്ള ഒരു തിരിച്ചുള്ള പഠനമാണ്. അതുകൊണ്ട് നമ്മൾ ഓടിച്ചു പിടിക്കുകയല്ല, നമ്മൾ അത് വിശദമായിട്ട് ഒരു അധ്യായത്തിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നത് ഗ്രഹിക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി നിങ്ങൾ ജീവിതകാലത്ത് ഒരിക്കലും അപ്പോസ്തലപ്രവൃത്തി എന്ന പുസ്തകം മറക്കരുത്. നമ്മൾ പേരന്റ്സും ടീച്ചേഴ്സും ഒക്കെ പറയല്ലേ, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾ ചാടി എഴുന്നേറ്റ് എത്ര അധ്യായമാണെന്ന് ചോദിച്ചാൽ തട്ടി എഴുന്നേൽക്കെ പറയണം, ഇത്ര അധ്യായം ഉണ്ട് എന്ന് പറയണം. എത്രാമത്തെ പുസ്തകമാണ് ബൈബിളിലെന്ന് ചോദിച്ചാൽ അത് പറയണം. അപ്പോൾ തന്നെ ഈ ഒരു അധ്യായത്തിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു എന്ന്. ഇതിൽ പ്രധാനമായിട്ട് 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തെ കുറിച്ചാണ്. 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മറന്നു പോകാതിരിക്കാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്തായാലും യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം. ഈ കൈ ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്, യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നു കേട്ടോ, ഇങ്ങനെ വെക്കുക. പിന്നെ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ അവരോഹണം, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. അവിടെ വരുന്നത് ഞാൻ നിർത്തുക, നമ്മൾ 2-ാം അധ്യായം ഇന്ന് എടുക്കുന്നില്ല. 1 യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം, 2 എന്താണ് 2-ാം അധ്യായം പരിശുദ്ധാത്മാവിന്റെ ഇറങ്ങി വരുന്ന അവരോഹണം അല്ലെ. ആരോഹണവും അവരോഹണവും നമുക്ക് കാണാൻ കഴിയുന്നു. യേശുക്രിസ്തുവിന്റെ ആരോഹണം, 2 പരിശുദ്ധാത്മാവിന്റെ അവരോഹണം. ഒന്നാമതായിട്ട് 1:9 വാക്യം ഒന്ന് വായിക്കാമോ ആരെങ്കിലും? 9 യെസ്, ആരോഹണം ചെയ്തു.
ഒരു മേഘം അവനെ മൂടിയിട്ട് അവനവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്ന നേരം ആഴ്ത്തു ആർക്കൊണ്ടത് വായിച്ചാട്ടെ. പത്തോടെ മതി. അപ്പൊ യേശു ക്രിസ്തു അപ്പോൾ അവർ നോക്കി നിൽക്കുമ്പോൾ യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ അവിടെ വായിക്കുന്നു എന്താണ് രണ്ട് പുരുഷന്മാർ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ ഇങ്ങനെ അവരെല്ലാം എന്ത് ചെയ്തു? ഇങ്ങനെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ രണ്ട് പുരുഷന്മാർ, രണ്ട് ദൂതന്മാർ ഇറങ്ങി വന്നിട്ട് പറയും, നിങ്ങൾ എന്തിനാ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ തന്നെ എന്ത് ചെയ്തു? മടങ്ങി വരുവാനിടയായി തീരും. കേട്ടോ. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ യേശു ക്രിസ്തു വീണ്ടും വരും. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യമെന്താ? യേശുവിനോടുകൂടെ നമുക്ക് പോകാം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ജീവനോടുകൂടെ നാം നിൽക്കുന്നെങ്കിൽ, അല്ല നമ്മുടെ നമ്മൾ അതിനു മുൻപേ ഈ ലോകത്തിൽ നമ്മൾ മാറ്റപ്പെടുന്നുവെങ്കിൽ എന്ത് ചെയ്യുന്നു? സ്തോത്രം. അവന്റെ വരവെങ്കിൽ നാം എടുക്കപ്പെടും. ധരിക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ആ പ്രത്യാശയുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിൽ എന്ത് സംഭവിച്ചു? ഈ നോക്കി നിൽക്കുക മേലോട്ട്. നമ്മൾ ഒരു സംഭവം കാണുമ്പോൾ നമ്മൾ നോക്കി നിൽക്കുമല്ലോ എന്ന് പറഞ്ഞാൽ നോക്കി നിന്നപ്പോൾ അതിന്റെ ആൻസർ കൂടെ, അല്ലെങ്കിൽ അതിന്റെ റിപ്ലൈ കൂടെ, അതിന്റെ മറുപടി കൂടെ പറയുകയാണ്, അവൻ പോയതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? മടങ്ങി വീണ്ടും വരും. വീണ്ടും വരും. അല്ലെ? എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? കൈയൊന്ന് കാണട്ടെ. ഈ ക്ലാസ്സിലിരിക്കുന്ന എത്ര പേർക്ക് വിശ്വാസമുണ്ട് യേശു വരും? ആമേൻ. സ്തോത്രം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം ചെയ്യുന്നു. അത് ഇംഗ്ലീഷിലൊന്ന് വായിക്കാൻ വാക്കിൽ. Now when he had spoken these things, while they watched, he was taken up, and the clouds received him out of their sight. അപ്പൊ യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തെ കുറിച്ച് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഒന്നാമത്തെ അധ്യായത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീം എന്ന് പറയുന്നത് യേശു ക്രിസ്തു സ്വർഗാരോഹണം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് എത്ര ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി? 50 days. ആൻസർ പറഞ്ഞു 40 ദിവസം, 40 days. കേട്ടോ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എത്ര ദിവസം പ്രത്യക്ഷനായി? മറക്കല്ലേ, എത്ര ദിവസം? 40 days. 150 40 ദിവസം പ്രത്യക്ഷനായി. കേട്ടോ. അത് രണ്ടാമത്തെ വാക്യ, എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ വാക്യാന്ന് തോന്നുന്നു. രണ്ടാമത്തെ വാക്യം വായിച്ചേ. ചാപ്റ്റർ 1-2. അതെ, മതി. എത്ര അവിടെ എഴുതിയിട്ടുണ്ടല്ലോ അല്ലെ? എത്രയാ? 40 ദിവസം. കേട്ടോ. 40 ദിവസം. അതിനുശേഷമായിട്ട് യേശു ക്രിസ്തുവിന്റെ 40 ദിവസം പ്രത്യക്ഷനായി സ്വർഗാരോഹണം ചെയ്തതിന് 10ാമത്തെ ദിവസം 50ാം നാൾ എന്താണ്? പെന്തക്കോസ്ത് പെരുന്നാൾ വരുന്ന സമയം. പെന്തക്കോസ്ത് ഡേയില് ആണ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് വന്നത്. നമ്മൾ 2000 നമ്മൾ പ്രവേശിക്കുമ്പോൾ അത് മനസ്സിലാക്കും. കേട്ടോ. അങ്ങനെ 40 ദിവസം പ്രത്യക്ഷനായിട്ട് യേശു സ്വർഗാരോഹണം ചെയ്തു. അത് കഴിഞ്ഞ് എത്ര ദിവസമായി? 10ാമത്തെ ദിവസം. 10 ദിവസം കൂടെ കഴിഞ്ഞ് 50ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് കാത്തിരുന്നവരുടെ മേൽ കാത്തിരുന്ന് പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് അത് സാധിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ ഇവിടെ വായിക്കുന്നു ഒരു വാക്യം കൂടെ ഞാനൊന്ന് വായിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അതിന്റെ 1:6-7 കൂടെ നമ്മളൊന്ന് വായിച്ചുകൊണ്ടൊന്ന് പോകാം. അപ്പോൾ ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ ഒരുമിച്ച് പോയിരുന്നപ്പോ ചോദിച്ചു, നീ ഈ കാലത്തിലാണോ രാജ്യം എന്ത് ചെയ്യുന്നത്? യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കറിയത്തില്ല. അവർ കേട്ടിരിക്കുന്നതും ഗ്രഹിച്ചിരിക്കുന്നതും പ്രവാചകന്മാർ വർഷങ്ങളായിട്ട് പറഞ്ഞു വരുന്നതുമായ കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ അവർ തട്ടിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോഴാണോ കർത്താവിന് ഈ രാജ്യം കൊടുക്കാൻ? കർത്താവ് ഉയർത്തെഴുന്നേറ്റല്ലോ. ഇനിയിപ്പോ ഇപ്പോഴാണോ കർത്താവിന് രാജ്യം
വിഭാഗിച്ചു കൊടുക്കുന്നതെന്ന ഒരു ചോദ്യം അവിടെ ഉയർന്നു വന്നപ്പോൾ പറയുകയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു വിഭജനമല്ല ഇപ്പോൾ നടക്കുന്നത്. അത് നടക്കുന്ന സമയവും അതിനെക്കുറിച്ച് പറഞ്ഞു. കാലങ്ങളെയോ കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളത് അല്ല, അല്ലെ? അപ്പോൾ പറഞ്ഞിരിക്കുന്ന കർത്താവിന്റെ വരവ് എപ്പോഴാണ് നമുക്ക് ആർക്കും അറിയത്തില്ല. കർത്താവ് വരുമെന്ന് പറഞ്ഞിട്ടുള്ളൂ, അല്ലെ? ഇന്ന ദിവസം, ഇന്ന വർഷം, ഇന്ന സമയത്ത് വരുമെന്ന് യേശു വരുമെന്ന് പറഞ്ഞിട്ടില്ല, അല്ലെ? പറഞ്ഞിട്ടില്ല, അല്ലെ? അതോടൊപ്പം തന്നെ എവിടെ വായിക്കുന്ന കാലങ്ങളും സമയങ്ങളെയും കുറിച്ച് എന്താണ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞാൽ യേശുവിന്റെ വരവ് പിതാവ് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. യേശുവിന്റെ വരവ്, യേശുക്രിസ്തുവിന്റെ സെക്കൻഡ് കമ്മിങ് ആര് മാത്രമേ അറിയത്തുള്ളൂ? പിതാവ് മാത്രമേ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നാളെ യേശു വരുമെന്ന് നമുക്കൊരു മെസ്സേജ് കിട്ടിയാൽ നമ്മൾ ഇന്ന് മാനസാന്തരപ്പെടും. ഇന്ന് രാത്രി അനുദപിച്ച് കിടന്ന് കരഞ്ഞു, അല്ലെ? ഉപവസിച്ച് ആഹാരമൊന്നും കഴിക്കാതെ ഇരുന്ന് നമുക്ക് രാവിലെ യേശു വരുമ്പം പോകണം, അല്ലെ? അതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം, അല്ലെ? അങ്ങനെയാണ്. അപ്പം നമ്മളെ അറിയാമല്ലോ, നമ്മളെ നിർമ്മിച്ച ദൈവത്തിന് നമ്മയുടെ സ്വഭാവം അറിയാമല്ലോ. നമ്മളെല്ലാരും അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ, അല്ലെ? എല്ലാവരും അങ്ങനെ ചെയ്യത്തുള്ളൂ, അല്ലെ? അപ്പം എന്റെ അതിന്റെ ഈ പ്രസംഗത്തിന് വലിയ പ്രാധാന്യമില്ല. പ്രസംഗിക്കുന്നു, വാസ്മാർ പ്രസംഗിക്കുന്നു, യേശുക്രിസ്തു വരുന്നു, അന്നത്തെ ഞങ്ങൾക്കറിയാമല്ലോ, അല്ലെ? ഞങ്ങൾക്കറിയാം മെയ് 10-ാം തീയതി രാത്രിയിലേ വരത്തുള്ളൂ. അതുകൊണ്ട് പാസ്റ്റർ എന്തായാലും പ്രസംഗിച്ചാലും അന്ന് കർത്താവ് വരത്തുള്ളൂ ഞങ്ങൾക്കറിയാം. യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള ഇന്ന ഡേറ്റ്, ഇന്ന സമയം, ഇന്ന അതേ സ്തോത്രം, അങ്ങനെ രാത്രിയോ പകലോ എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അവൻ വരുമെന്നും മാത്രമേ പറഞ്ഞു. അതിന് പറഞ്ഞിരിക്കുന്ന ദൃഷ്ടാന്തം കള്ളനെ പോലെ വരും, അല്ലെ? എന്ന് പറഞ്ഞാൽ അനൗൺസ്മെന്റ് ഒന്നുമില്ലാതെ ഏത് സമയത്തും നമ്മൾ എപ്പോ വേണേലും എന്ത് ചെയ്യണം, നമ്മൾ ഒരുക്കിയിരിക്കണം എന്നുള്ളത് അതേ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ കാലം സമയവും നിങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിധിയിലുള്ളതല്ല. അതിനെക്കുറിച്ച് രാജ്യം, കർത്താവിന്റെ രാജ്യസ്ഥാപനം, സഹസ്രാബ്ദ വാഴ്ച, ഒത്തിരി കാര്യങ്ങളുണ്ട്. സഹസ്രാബ്ദ വാഴ്ച, അതോടൊപ്പം തന്നെ എന്താണ് കർത്താവ് പ്രതിഫലങ്ങളെ കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ. ഇതിന്റെ കാലവും സമയവും നിങ്ങൾക്കുള്ളതല്ല, അത് ആർക്കുള്ളതാണെന്നാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്കുള്ളതല്ല, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ, കേട്ടോ, ആ വാക്ക് തന്നെ വളരെ നോട്ട് ചെയ്തോണം. പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ളതാണ്. പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ളതാണ് കാലങ്ങളെയും സമയം. കാലങ്ങൾ എന്നതിന് ഗ്രീക്ക് വാക്ക് എക്രോസ് എന്ന വാക്കുമാണ്. EHRONOS കേട്ടോ. എഹ്റോനസ് അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. റോനസ്, EHRONUS ഗ്രീക്ക് കേട്ടോ, ഗ്രീക്ക് വേർഡാണ്. കാലങ്ങൾ എന്നതിന്, കാലം എന്നതിന്റെ ഗ്രീക്ക് വേർഡാണ്. അതിന്റെ മലയാളം മീനിങ് കാലാനുക്രമമായ ഒരു സമയം എന്ന് പറഞ്ഞാൽ അതിനെന്താണ്? കാലാനുക്രമമായ ഓരോന്നിനും എന്താണ് ഓരോരോ പ്രത്യേകമായ ഒരു സമയമുണ്ട്. കാലാനുക്രമമായ സമയം, അതിനാണ് ഹെറോനസ് എന്ന പദം ഉപയോഗിക്കുന്നത്. അടുത്തത് വായിക്കും സമയം എന്നതിന് കെയ്റോസ്. സമയം എന്നതിന് ഗ്രീക്ക് വാക്ക് KAIROS, കെയ്റോസ്. ഇംഗ്ലീഷ് കേട്ടോ. മലയാളത്തിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് നോക്കാം. കെയ്റോസ് എന്ന് എഴുതാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. മലയാളത്തിൽ എഴുതാനൊക്കെ എഴുതി വരുമ്പോൾ വേറെ വേർഡുകളൊക്കെ ആയി പോകും. അതുകൊണ്ട് ഇംഗ്ലീഷിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. KAIROS, കെയ്റോസ്. മലയാളത്തിലും എഴുതി വെക്കാം കേട്ടോ. കെയ്റോസ്. സമയം എന്നതിന്റെയാണ് കെയ്റോസ്. കാലം എന്നതിന് എന്താ പറയുന്നത്? എഹ്റോനസ് കേട്ടോ. പറയണ്ട, ആക്ഷൻ ഒക്കെ കാണിച്ചാൽ മതി. എഹ്റോനസ് കേട്ടോ. എഹ്റോനസ്. പിന്നെ സമയം എന്നതിന് പറയുന്നു കെയ്റോസ് കേട്ടോ. നല്ല പേരാണ് കെയ്റോസ് കേട്ടോ. ഒരു മീറ്റിംഗിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പേരാണ് കെയ്റോസ്. നമ്മുടെ ഡുനാമിസ് ഒക്കെ പോലെയുള്ള പേരാണ് കെയ്റോസ്. നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ കണക്ട് ചെയ്ത് പറയുക. കെയ്റോസ് അതിന്റെ അർത്ഥം ഒരു കാര്യം ചെയ്യാനുള്ള സമയം. ഒരു കാര്യം ചെയ്യാനുള്ള സമയം. ഒരു കാര്യം ചെയ്യാനുള്ള സമയം എന്ന് പറഞ്ഞാൽ എന്നാ? എക്സാമ്പിൾ പറയാം. മറ്റേത് കാലാനുഗതമായിട്ട് ചെയ്തെടുക്കുന്ന കാലങ്ങൾ എന്ന് പറയുന്നു. സമയം എന്ന് പറയുന്നത് എന്താണ്? ഒരു കാര്യം മാത്രം. നിങ്ങൾ വീട് പണിതു, അത് ഈ ആണ്ടിൽ കേട്ടോ. നിങ്ങളുടെ കുഞ്ഞിന്റെ പ്രതിഷ്ഠ, അത് ഈ ആണ്ടിൽ കേട്ടോ. നിങ്ങളുടെ കുഞ്ഞിന്റെ വിവാഹം ഈ ആണ്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാനുള്ള ആ സമയം. വിവാഹം എല്ലാ ആണ്ടിലും ഇല്ല, എല്ലാ മാസവും ഇല്ല, അല്ലെ? വീട് കയറി താമസിക്കുന്നത് എല്ലാ വർഷവും ഇല്ല,
അത് ആ ചെയ്യാനുള്ള ആ ടൈമിനെ കുറിക്കുന്നതിനാണ് സമയം എന്ന് പറയുന്നത്. കെയ്റോസ് എന്ന പദം കൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാനുള്ള ഒരു സമയത്തെയാണ് കെയ്റോസ് എന്ന പദം. എല്ലാവർക്കും മനസ്സിലാകാൻ ഞാൻ ചിന്തിക്കുക കേട്ടോ. എഹ്റോസും എന്താണ് കെയ്റോസും കേട്ടോ, നല്ല രണ്ട് വാക്കുകളാണ്. കാലവും എന്താണ് സമയം. സമയം ഇനി ഭാവിയിൽ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പല കുട്ടികൾക്കൊക്കെ ഈ പേര് വരും കേട്ടോ, എഹ്റോസ് കെയ്റോസ് എന്നൊക്കെ. കാലം സമയം കേട്ടോ. അപ്പം ഒരു കാര്യം കാലാനുകൃതമായ സമയത്തിനാണ് കാലമെന്ന് പറയുന്നത്. എന്നാൽ സമയം ഒരു കാര്യം ചെയ്യാനുള്ള സമയം. നമ്മൾ കർത്താവിനെ കുറിച്ച് വരവിനെ കുറിച്ചും കൂടെ പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർപ്പിക്കാനിടയായിട്ടത്. ഇനി 1:12 അടുത്തത് ഇത് പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ കാര്യം യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, അതുകൊണ്ട് നമ്മുടെ ഓർമ്മയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. 1:12 ഒന്ന് വായിക്കാമോ? എടുത്തു പറഞ്ഞിരിക്കുന്ന നമ്മുടെ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അതിപ്രധാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വർഗാരോഹണമാണ്. അതോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരു അത്ര വലിയ പരിചയമില്ലാത്ത ഒരു പദമാണ്. കേട്ടിട്ടുണ്ട്, ഒരു ശബത്ത് ദിവസത്തെ വഴി, ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരം എന്ന് പറയുന്നത്. ഒരു ശബത്ത് ദിവസത്തെ വഴി ഒലിവുമലയിൽ നിന്നും യെരുശലേമിലേക്ക് ഒരു ശബത്ത് ദിവസത്തെ വഴിയാണ്. യെരുശലേമിൽ നിന്നും ഒലിവുമലയിൽ നിന്നും യെരുശലേമിലേക്കും യെരുശലേമിൽ നിന്ന് ഒലിവുമലയിലേക്ക് എത്രയാണ്? ഒരു ശബത്ത് ദിവസത്തെ വഴി. ഒരു ശബത്ത് ദിവസത്തെ വഴി എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് എല്ലാവർക്കും ഒന്നും അറിയത്തില്ല അല്ലെ, നമുക്കറിയത്തില്ല. 1 കിലോമീറ്റർ 1 കിലോമീറ്റർ ആണ് ഒരു ശബത്ത് ദിവസത്തെ വഴി എന്ന് പറഞ്ഞത് കേട്ടോ. 1:12 കേട്ടോ. ആർക്കും വാക്യം കിട്ടിയില്ലെന്ന് തോന്നുന്നു. 1:12 1:12 കേട്ടോ. അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിക്കുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. അപ്പൊ 1 കിലോമീറ്റർ ആണ് ഒരു ശബത്ത് ദിവസത്തെ വഴി എന്ന് പറഞ്ഞാൽ. അപ്പോൾ യഹൂദിനെ സംബന്ധിച്ചിടത്തോളം ശബത്ത് ഡേയില് അവന് സഞ്ചരിക്കാൻ കഴിയുന്ന ദിവസം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ 1 കിലോമീറ്റർ മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ, പുറത്തിറങ്ങാൻ പറ്റുന്ന സമയം. നമ്മൾ ലോക്ക്ഡൌൺ ആയിരിക്കുമ്പോൾ എന്താണ്, മെഹബോളക്കാർക്ക് മെഹബോളെ മാത്രമേ പറ്റത്തുള്ളൂ അല്ലെ, അബ്ബാസിയക്കാർക്ക് അബ്ബാസിയെ മാത്രം വേണമെങ്കിൽ ഒന്ന് ഇറങ്ങി നടക്കാം അല്ലെ. ഇപ്പൊ നമുക്ക് മനസ്സിലായി എന്താണത്. അതുപോലെ തന്നെ പറയുന്ന ഒരു ഭാഗമാണ് ഒരു ദിവസത്തെ എന്താണ് ഒരു ശബത്ത് വഴി ദൂരം. അതിന് പറയുന്നത് ഒരു ശബത്ത് ദിവസത്തെ വഴി എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ. അപ്പോൾ ആ ശബത്ത് ദിവസം ആ വ്യക്തിക്ക് 1 കിലോമീറ്ററിലധികം നടക്കാൻ പറ്റത്തില്ല. അവനെ പിന്നെ എന്താണ്, അവൻ മരണയോഗ്യനാകണം. അവൻ എന്ത് ചെയ്തു, അവരുടെ സമൂഹത്തിൽ നിന്നും തള്ളിക്കളയും. അവന് വേണ്ട ശിക്ഷാവിധി അവർ കൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഒരു അത്യാവശ്യം വന്നു, അതുപോലെ തന്നെ എന്താണ് ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിനകത്ത് അവനൊരു പ്രത്യേക ഒരു വൈദ്യനെ കാണണം, അങ്ങനെയൊക്കെയുള്ള എന്ത് വന്നാലും അവൻ ഈ പ്രമാണത്തിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അവന് പോകാൻ പറ്റുന്ന ഒരു സാധനം അത്യാവശ്യമാണ്, എന്തെങ്കിലും കിട്ടണം. അതിന് ഒരു ദിവസത്തെ വഴി, ഒരു ശബത്ത് ദിവസത്തെ വഴി എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററിലധികം അവൻ മുന്നോട്ട് പോകാനായിട്ട് പാടില്ല. അത് നിഷ്കർഷിച്ചിരിക്കുന്നു. അതാണ് പറയുന്നത് ഇവിടെ. ഇവിടെ വായിക്കുന്നു, ഒലിവുമലയിൽ നിന്നും യെരുശലേമിലേക്ക് ഒരു ശബത്ത് ദിവസത്തെ വഴി 1 കിലോമീറ്റർ യാത്ര ചെയ്യാവുന്ന ദൂരം എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ മാത്രമാണ്. ഇനി 1:13 തൊട്ടടുത്ത വാക്യത്തിലേക്ക് അടുത്ത ഒരു സംഭവമാണ്. ഒരു ദിവസം വഴി കേട്ടോ. അടുത്ത ഒരു സംഭവത്തിലേക്ക് നമ്മൾ വരും. നമ്മളിപ്പം ചാപ്റ്റർ വായിച്ചു. തോമസ് അപ്പൊ ഇവിടുത്തെ അവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ പ്രാർത്ഥന ആ കാലത്തും ഇന്നും എന്നും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ് ദൈവസ്മരണത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത്. നോക്കിക്കേ, അന്ന് യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാരായവർ കണ്ടോ, കൂടിയിരുന്നത് കണ്ടോ? അവിടെ എത്ര പേര് തന്നെ? പത്രോസ് ഉണ്ട്, യോഹന്നാനുണ്ട്, യാക്കോബ് ഉണ്ട്, അന്ത്രയോസ് ഉണ്ട്, ഫിലിപ്പോസ് ഉണ്ട്, തോമസ് ഉണ്ട്, ബർത്തലോമായി ഉണ്ട്, മത്തായി ഉണ്ട്, അൽഫായുടെ മകൻ യാക്കോബ് ഉണ്ട്, എരുകാരനായ ശിമോൻ ഉണ്ട്, എന്നിട്ട് പറഞ്ഞു സ്ത്രീകളുണ്ട്, യേശുവിന്റെ അമ്മയായ മറിയുണ്ട്. ഇങ്ങനെ എല്ലാവരും ആ സഹോദരന്മാരും സഹോദരിമാരും ശിഷ്യന്മാരും എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഒരുമിച്ച് അവർ എന്ത് കഴിച്ചെന്നാ പറയുന്നത്? പ്രാർത്ഥന കഴിച്ചു. സ്തോത്രം. കണ്ടോ, അവരുടെ അടിമനാഥൻ
അവരുടെ പ്രാണപ്രിയൻ, അവരുടെ ഗുരു എന്ത് ചെയ്തു? അവരെ വിട്ട് സ്വർഗാരോഹണം ചെയ്തു. ഇപ്പോൾ നമുക്ക് സ്വർഗാരോഹണം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. അന്ന് അവർക്ക് ഈ സ്വർഗാരോഹണം നോക്കി കർത്താവ് പോയെന്നൊക്കെ പറഞ്ഞാൽ അത്ര കാലം മുമ്പ് അവർ ഒരു ചരിത്രവും കേട്ടിട്ടില്ല. അവരെ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. അവർ ആ സംഭവത്തിന്റെ ദൃക്സാക്ഷികളാണ്. പക്ഷെ അവർക്ക് അതൊന്നും അത്ര ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അവർ വിചാരിക്കുന്നു, ഞങ്ങളുടെ ഗുരു ഞങ്ങളെ വിട്ടു പോയി, ഇനി ഞങ്ങൾക്കൊരു ലീഡറില്ല, ഞങ്ങൾക്ക് നയിക്കാൻ ആരുമില്ല എന്ന ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുമ്പോഴും അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ക്ലാസ്സിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനൊരു മെസ്സേജ് ആയിട്ട്, ഒരു ദൂതുമായിട്ട് നിങ്ങൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതികൂല ഘട്ടങ്ങളിലും പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയിട്ടുണ്ടോ? ദൈവം നിങ്ങളെ അതെ അനുഗ്രഹിക്കുകയും ദൈവ ആവശ്യത്തിന് മറുപടി നൽകുകയും ചെയ്യും. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ സന്നിധിയിൽ അതെ പല മെസ്സേജുകളൊക്കെ വരും. പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് എത്രത്തോളം അനുഗ്രഹത്തോടെ നമ്മൾ ഓരോ സ്ഥലം, ഓരോ ഇടം ദൈവം എത്ര സൂക്ഷിക്കുന്നു, പരിപാലിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അനേകർ വിടുവിക്കപ്പെട്ടത്, ഈ രോഗം വന്നും അനേകർ സൗഖ്യമായത് ദൈവമക്കളെ പലരുടെയും പ്രാർത്ഥന കൊണ്ട്, അല്ലെ? ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ബിബിൻ എന്ന് പറഞ്ഞ സഹോദരന്റെ വൈഫിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. അവിടെ റിലേഷനിൽ പെട്ടതാണ് അലക്സ് ആശാന്റെയും ഒക്കെ മെസ്സേജിലും ഒക്കെ. കോവിഡ് പേഷ്യൻസിനെ നോക്കിയ അതെ നോക്കിയപ്പോൾ അതേ വീട്ടിൽ ചെന്നു, മടങ്ങി ചെന്നു, അതെ നോക്കി ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവ് എന്ന ഒരു ഫലമാണ് ഉണ്ടായിരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ കർത്താവ് എത്ര വിശ്വസ്തനാണ്. ദൈവമക്കൾ കഴിഞ്ഞ നേഴ്സസിന് വേണ്ടി, ഡോക്ടേഴ്സിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത് ദൈവം അത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ അവിടെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് ദൈവമക്കൾ എല്ലാവരും ദിവസങ്ങളിൽ ആത്മാർത്ഥമായിട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്ക് ഉയരുക, പ്രാർത്ഥനയ്ക്കായിട്ട് സമയങ്ങളെ വീണ്ടും കണ്ടെത്തുക. ദൈവം നമ്മെ അവിടുന്ന് സഹായിക്കട്ടെ. അപ്പൊ യേശുവിന്റെ അമ്മ, ഞാൻ മടങ്ങി വരും, യേശുവിന്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലെ? അവിടെ എഴുതിയിട്ട് ഒന്നുകൂടെ വായിക്കാമോ? ലാസ്റ്റ് വേർഡ് 14. അപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയ നിലയിൽ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം. യേശു ക്രിസ്തുവിന്റെ അമ്മ പ്രാർത്ഥിക്കാനായിട്ട് കൂടുന്നു, അല്ലെ? മറിയോടുള്ള മധ്യസ്ഥയെ കുറിച്ചൊക്കെ വാദിക്കുന്നവരോട് കൊടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയ ഒരു വാക്യമാണ്, എടുത്തു കാണിക്കാൻ പറ്റിയ ഒരു വാക്യമാണ് ഇത്. മധ്യസ്ഥ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആരോട് മാത്രമാണ്? യേശു ക്രിസ്തുവിനോട്, അല്ലെ? പിതാവിന്റെ, അല്ലെ? സ്തോത്രം. യേശു ക്രിസ്തുവിനോട് നമ്മൾ പിതാവിനോട് അപേക്ഷിച്ച് യേശു ക്രിസ്തുവിനോട് സന്നിധിയിൽ മുട്ടുകുത്തി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുവാനായിട്ട് ഈ ഭൂമിയിൽ ദൈവം ആരെയും അധികാരപ്പെടുത്തിയിട്ടില്ല. ഒറ്റേ ഒരു മധ്യസ്ഥൻ മാത്രമേ നമുക്കുള്ളൂ. അതാരാണ്? കർത്താവായ യേശു ക്രിസ്തു, അല്ലെ? സ്തോത്രം. മനുഷ്യർക്കും ദൈവത്തിനോട് നിൽക്കുന്ന ഏക മധ്യസ്ഥനാന്ന് പറയുന്നത് അത് യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ 1:12 അല്ലെങ്കിൽ അതിന്റെ 14 വാക്യത്തിലാണ് കാണുന്നത്. യേശുവിന്റെ അമ്മയായ മറിയയ്ക്കും എന്താവശ്യമായിരുന്നു? പ്രാർത്ഥന ആവശ്യമായി. അല്ലെ? അങ്ങനെ ഇരിക്കുന്ന യേശുവിന്റെ അമ്മയായ മറിയയും സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ടു. യേശുവിന്റെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷമായിട്ട് എന്ത് ചെയ്തു? സ്തോത്രം. മറിയയ്ക്കും യേശുവിന്റെ അമ്മയ്ക്കും പ്രാർത്ഥന ആവശ്യമായിരുന്നു എന്നുള്ള തെളിവാണ് നമുക്ക് ഈ 14 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നത്, കേട്ടോ. അപ്പം മറിയോടുള്ള പ്രാർത്ഥന എന്ന് പലരും പറയുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്നത് മറിയയ്ക്കും എന്താ ആവശ്യമായിരുന്നു? പ്രാർത്ഥന ആവശ്യമായിരുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുകുത്തി സാധാ മറ്റുള്ളവരോടൊപ്പമായി കൂടി ആ പായി, നമ്മുടെ ഭാഷ, നമ്മുടെ നിലയിൽ ചിന്തിച്ചാൽ അവരെങ്ങനെ ഇരുന്നെന്ന് നമുക്കറിയില്ല. അവരെന്ത് ചെയ്തു? വട്ടത്തിൽ കൂടി ഇരുന്നെങ്കിൽ ആ വട്ടത്തിൽ ഒരുവളായിട്ട് മറിയയും അവിടെ മുട്ടുമടക്കിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശുവിന്റെ അമ്മയും ശിഷ്യന്മാരോടൊപ്പം മറ്റ് സാധാരണക്കാരായ സ്ത്രീകളോടൊപ്പം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കിയ ഒരു സഹോദരിയാണ് എന്ന് നമുക്ക് കാണുവാൻ, വ്യക്തമായി മനസ്സിലാക്കുവാൻ ഈ പുസ്തകത്തിൽ നിന്ന്, ഈ വാക്യത്തിൽ നമുക്ക് ഇടയായിത്തീരുന്നുണ്ട്. അപ്പോൾ തന്നെ പറയുന്നു യേശുക്രിസ്തുവിന്റെ സഹോദരന്മാരും ഇവിടെ പ്രാർത്ഥനയിൽ പങ്കെടുത്തു എന്നുള്ളത്. നിങ്ങൾക്കറിയാം, യാക്കോബ്, യൂദ, യോസെ എന്ന സഹോദരന്മാര് എന്താണ് യേശുവിനുണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ ജനനം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? യേശുക്രിസ്തു ജനിച്ചത് എപ്രകാരമാണെന്ന് അറിയാം, അല്ലെ? സ്തോത്രം. പരിശുദ്ധാത്മാ ശക്തിന്റെ മേൽ നിഴലിടും, അല്ലെ? ആ പരിശുദ്ധാത്മാവിനാൽ ഉരുവായി, അല്ലെ? സ്തോത്രം. നമ്മുടെ വിശുദ്ധ പ്രജയായി, അതൊരു വിശുദ്ധ ജനനമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ അതിനുശേഷമായി യോസഫിനും മറിയയ്ക്കും
മക്കൾ ഉണ്ടായി. യോസഫിനും മറിയയ്ക്ക് പിന്നീട് മക്കൾ ഉണ്ടായി. അവർ സാധാരണയുള്ള ഒരു മക്കൾ ഉണ്ടാകുന്നത് പോലെ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് പോലെ അവരാണ് യേശുവിന്റെ സഹോദരങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. യാക്കോബ്, യൂദ, യോസെ എന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ തന്നെ പറയുന്നു, അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ, കേട്ടോ, അവന്റെ സഹോദരന്മാരോടും കൂടെ എന്ത് ചെയ്തു? കാരണം യേശുവിന്റെ സഹോദരന്മാരും യേശുവിന്റെ അമ്മയ്ക്കും എന്താവശ്യമായിരുന്നു? പ്രാർത്ഥന ആവശ്യമായിരുന്നെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ അല്ലെ കർത്താവിനോടുകൂടെ ശിഷ്യന്മാർക്ക് ആവശ്യമായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്രയോ അത്യന്താപേക്ഷിതമാണ് പ്രാർത്ഥന എന്ന് ഈ രാത്രിയിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അത് ഒരിക്കലും തളരത്തില്ല, അവർ ഭാരപ്പെട്ടു പോകത്തില്ല. അവരുടെ ജീവിതം ഏറ്റവും ധന്യവും അനുഗ്രഹവുമായി തീരുവാൻ ഇടയായത്തിനും പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് വീണ്ടും ദൈവസന്നിധിയിലെ തയ്യാറാകാം. അടുത്ത മറ്റൊരു സംഭവം ഈ അധ്യായത്തിൽ കാണുന്നത് 1:15 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങൾ. അതിന്റെ 15-ാമത്തെ 17 തൊട്ട് വായിച്ചാൽ മതി. 15 വേണ്ട, 2 വാക്യം വിട്ട് 17 തൊട്ട് വായിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഭരിക്കുന്ന ആളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ആരെ കുറിച്ചാണ് പറയുന്നത്? യൂദായെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? യൂദ ഇസ്കറിയോത്ത, അല്ലെ? യേശുവിനെ ഒറ്റിക്കൊടുത്തു. യേശുവിനെ ഒറ്റിക്കൊടുത്തതിന് ശേഷമായിട്ട് താൻ കെട്ടിഞ്ഞാന്ന് ചത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്ര വെള്ളിക്കാശിനാണ് യേശുവിനെ ഒറ്റിക്കൊടുത്തത്? 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുത്തതിന് ശേഷമായിട്ട് ദേവാലയത്തിൽ വന്ന മഹോപുരോധന്മാരെ കൽക്കിലേക്ക് തന്റെ പണം വലിച്ചെറിഞ്ഞിട്ട് താൻ പോയി കെട്ടിഞ്ഞാന്ന് മരിച്ചു. പക്ഷേ ആ കെട്ട് മനുഷ്യങ്കിലും എന്ത് ചെയ്ത് അത് കഴുത്തിൽ മുറുകെ എന്ത് ചെയ്തു? താനെ കുടലെല്ലാം തെറിച്ചു പോകുന്നു, പോലെ താഴെ വന്ന് വീണു എന്ന ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണാൻ. അവിടെ വായിക്കുന്ന ഒരു തലകീഴായി വീണ് നടുവേ പിളർന്ന് അവന്റെ കുടലെല്ലാം തെറിച്ചുപോയി. കണ്ടോ ഒരുവന്റെ മരണത്തെ? കണ്ടോ യേശു മറ്റൊരു യാഥാർത്ഥ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നതും. യേശുവിനെ ഒറ്റിക്കൊടുത്ത, യേശുവിനെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുത്ത് എന്താണ് അനീതിയുടെ കൂലി പേടിച്ച ഒരുവന്റെ മരണം നോക്കിക്കുക എങ്ങനെയാണെന്ന്. അവന്റെ എന്താണ് തല നടുവേ പിളർന്നുപോയി, കുടലെല്ലാം തെറിച്ചുപോയി. കണ്ടാൽ എന്താണ് ഭീകരമായ ഒരു അന്തരീക്ഷം, അല്ലെ? ഒരു ഷേപ്പുമില്ലാത്ത നിലയിൽ അവന്റെ എന്താണ് ഡെഡ് ബോഡി പോലും തീരാനിടയായി തീർന്നു. ഇവിടെ നമുക്ക് വായിക്കുന്നു അവന്റെ മരണം ഒരു അതിദാരുണമായ ഒരു മരണമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് നമ്മുടെ വാക്കിലോ പ്രവൃത്തിയിലോ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഒരു നിലയിലും എന്താണ് കർത്താവിനെ ഒറ്റുകൊടുക്കുന്നവരായി തീരരുത്. മറ്റുള്ളവർ മുമ്പേ 1:8 ആയിരിക്കണം നമ്മുടെ അതേ അർത്ഥവാക്യം, നമ്മുടെ എയിം അതായിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ എന്താണ് ആ ഒരു വലിയ ലക്ഷ്യം എന്തായിരിക്കണം? കർത്താവെ അങ്ങേ സാക്ഷിക്കുവാൻ, എവിടെ വിട്ടാലും അങ്ങേ സാക്ഷിക്കുവാൻ, മരണമെങ്കിൽ മരണം, ജീവനെങ്കിൽ ജീവൻ, യേശുവിന് വേണ്ടി നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് അങ്ങനെ മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ അവിടുന്ന് ഇടയാക്കട്ടെ. ഇവിടെ യൂദയുടെ അന്ത്യം നോക്കിക്കുകയും കുടലെല്ലാം തെറിച്ചുപോയി, അല്ലെ? വായിക്കുന്നു 30 വെള്ളിക്കാശിന് യേശുവിനെ എന്ത് ചെയ്തു? അവൻ ഒറ്റിക്കൊടുക്കുവാനായിട്ട് അത് ഇടയായി തീർന്നു. അങ്ങനെ നിൽക്കുമ്പോൾ അപ്പൊ എത്ര പേരുണ്ട് ഈ ശിഷ്യന്മാര്? ബാക്കി 11 പേര്. അപ്പോൾ കോറം തികയണ്ടേ? 12 പേരെയാണ് യേശു പറഞ്ഞെടുത്തത്. അപ്പോൾ ഇവര് 12 പേരെ, അതിൽ ഒരാളെ കൂടെ ഇനി വേണം. അതിനുവേണ്ടി ഈ അധ്യായം നമ്മൾ അവസാനിക്കുകയാണ്. 1:21 തൊട്ട് 26 വരെ അവർ ഒരാളെ തെരഞ്ഞെടുപ്പിലേക്കും കൂടെ വരികയാണ്. സ്തോത്രം. പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമ്മൾ ഇതോടെ പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. 1:21 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ മത്യാസ് എന്ന് പറയുന്ന ഒരാളെ ഇതിന് പകരമായിട്ട് തെരഞ്ഞെടുക്കുന്നു. യൂദയുടെ സ്ഥാനത്തേക്ക് മത്യാസ് എന്ന് പറയുന്ന ഒരാളെ തെരഞ്ഞെടുക്കുന്നു. അതിന്റെ 24-ാമത്തെ വാക്യം തൊട്ടൊന്ന് വായിക്കും. കേട്ടോ. അപ്പം അവിടെ യുസ്തൂസ് എന്ന പേരുള്ള ദർശ എന്ന യോസഫ് എന്ന ഒരാളും മത്യാസ് എന്ന ഒരാളും അവിടെ അവരുടെ കൂട്ടത്തിലുണ്ട്. ഇവരുടെ കൂട്ടത്തിലെ സന്തോഷ സഹചാരികളായിട്ട് ഈ ശിഷ്യന്മാരോടൊപ്പം എല്ലാ ശുശ്രൂഷകളും യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകളിൽ എല്ലാം പങ്കെടുത്ത് മുൻപോട്ട് വന്നിരിക്കുന്ന 2 പേരാണ് ആരാണ്? യോസഫ് എന്ന് പറയുന്ന ആളും മത്യാസ് എന്ന് പറയുന്ന ആളും.
അപ്പം ഇവർക്കെല്ലാം കാര്യങ്ങളൊക്കെ അറിയാം, അവരൊന്നും പറഞ്ഞു കൊടുക്കണ്ട. പക്ഷെ ഇവർക്ക് രണ്ടുപേരെയും, ശിഷ്യന്മാർക്ക് ഈ രണ്ടുപേരെ എടുത്താൽ കൊള്ളാവാൻ താല്പര്യമുണ്ട്. നമുക്ക് അങ്ങനെയാണല്ലോ, ഒരു കാര്യത്തിലേക്ക് നമുക്ക് ഏറ്റവും അവർ രണ്ടുപേരും നല്ലവരാണ്, രണ്ടുപേരെയും തെരഞ്ഞെടുത്താൽ കൊള്ളാൻ പറ്റും. പക്ഷെ എത്ര പേരെ മതി? ഒരാളെ മതി, അല്ലെ? ഒരാളെ മതി. അതുകൊണ്ട് അവർ ചീട്ടിട്ട, പ്രാർത്ഥിച്ചാണ് ചീട്ടിട്ട, പ്രാർത്ഥിച്ചു ചീട്ടിട്ടു എന്നാണ് വായിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച് ചീട്ടിട്ടപ്പോൾ ചീട്ട് ആർക്ക് വീണു? മത്യാസിന് വീണു. മത്യാസിനെ ആ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തു. അപ്പോൾ 11 പേരോടും കൂടെ 12ാമനായിട്ട് മത്യാസാണ് എന്ത് ചെയ്യുന്നത്, ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിലേക്ക് വന്നത്. പിന്നീട് മത്യാസിനെ കുറിച്ച് കൂടുതൽ ചരിത്രമൊന്നും ബൈബിളിൽ ഒരിടത്തും നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നില്ല. മറ്റു പല ശിഷ്യന്മാരെ കുറിച്ചും നമുക്ക് യാക്കോബിനെ കുറിച്ച്, പത്രോസിനെ കുറിച്ച്, യോഹന്നാനെ കുറിച്ച് ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ മത്യാസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. ചരിത്രകാരന്മാർ പറയുന്നത് എന്താണ്, മുൻപോട്ട് വന്നപ്പോൾ തന്റെ ഭവനവുമായുള്ള ചില കാര്യങ്ങൾക്കായിട്ട് താൻ പലപ്പോഴും ഭവനത്തിന്റെ കാര്യങ്ങൾ വളരെ വിഷമസന്ധിയിലായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലേക്ക് താൻ ആ കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടിയൊക്കെ കടന്നു പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ആയതുകൊണ്ടാണ് തനിക്ക് പിന്നീടുള്ള സമയങ്ങളിൽ ശുശ്രൂഷകൾ അധികം മുന്നോട്ട് പോകാൻ സാധിക്കാതെ വന്നതെന്നൊക്കെ ഉള്ള ചരിത്ര രേഖകളുണ്ട്. അത് എത്രത്തോളം ആണെന്ന് നമുക്കറിയില്ല, ചരിത്രകാരന്മാർ പറയുന്ന ഒരു ഭാഗമാണ്. പക്ഷെ ബൈബിളിൽ നമുക്ക് മത്യാസിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും കാണാനായിട്ട് അതേ സാധിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും അതിപ്രധാനമായ വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരു അധ്യായം മൊത്തം വായിച്ചു പഠിച്ചതുപോലെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപക്ഷെ മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏറ്റവും അതിപ്രധാനമായ കാര്യം എന്താണ്? യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു ശബത്ത് ദിവസത്തെ വഴിയെക്കുറിച്ച് മനസ്സിലാക്കുന്നു. 1:12 യേശുവിന്റെ അമ്മയും പ്രാർത്ഥന ആവശ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവിടെ മാളികമുറിയിൽ കൂടി, അവിടുത്തെ മാളികമുറി എന്ന് പറയുന്നത് മർക്കോസിന്റെ മാളികമുറിയാണ് കേട്ടോ. മർക്കോസിന്റെ മാളികമുറിയിലാണ് അവർ പ്രാർത്ഥിക്കുവാനായിട്ടിടയായി തീർന്നത്. അത് പെസഹയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ആ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. ലൂക്ക് 22:12 എന്ന് വായിക്കാം. 22 ലൂക്കോസ് 22:12. 22:12. Then he will show you. യേശുവിന്റെ കണ്ടോ ആ മാളികമുറി, ആ മാളികമുറി പെസഹ ഒരുക്കിയ മാളികമുറി തന്നെയാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും മർക്കോസ് വിട്ടുകൊടുത്തു. മർക്കോസിന്റെ മാളികമുറിയിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മാളികമുറി അദ്ദേഹം ഈ പെസഹയ്ക്ക് ശേഷമായിട്ട് എന്തിനു വിട്ടുകൊടുത്തു? പിന്നെയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി, പിന്നെ ഉള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയും അത് തുറന്നു കൊടുത്തു എന്ന് നമുക്ക് ചരിത്രരേഖകൾ കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് വീണ്ടും അവർ കൂടി വന്നത് എവിടെയാണെന്നറിയാമോ? മർക്കോസിന്റെ മാളികമുറിയിൽ പാർത്ത് ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ എൻഡിലാണ് എന്ത് സംഭവിക്കുന്നത്? അല്ലെ, പ്രാർത്ഥനയുടെ ഒരു വലിയ ഒരു സമ്മേളനം, ആത്മീയ സമ്മേളനം, ഒരു സംഗമം അവിടെ നടന്നു. അതിന്റെ മധ്യത്തിലാണ് എന്ത് പ്രാപിച്ചത്? അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനിടയായി തീർന്നു. നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് പഠിക്കുന്നു. ചാപ്റ്റർ 2 കേട്ടോ, നമ്മൾ പഠിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ അവലോകനം, പരിശുദ്ധാത്മാവിന്റെ ദാനവും സഭയുടെ രൂപീകരണവും നമ്മൾ അടുത്ത അധ്യായത്തിൽ പഠിക്കുന്നു. 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തെ കുറിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്ര നാളുകൾ യേശു പ്രത്യക്ഷനായി? 40 ദിവസം കേട്ടോ, 40 ദിവസം പ്രത്യക്ഷനായി. അതോടൊപ്പം തന്നെ ഒരു ശബത്ത് ദിവസത്തെ വഴി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 kilometer. 1 കിലോമീറ്റർ കേട്ടോ. അതോടൊപ്പം ആരെയാണ് ഈ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ 12ാമനായിട്ട് തെരഞ്ഞെടുത്തത്? മത്യാസ് തെരഞ്ഞെടുക്കാനായിട്ട് അത് ഇടയായിരുന്നു. കാലം എന്ന് പറഞ്ഞാൽ അതിനൊരു 2 ഗ്രീക്ക് വേർഡുകൾ പറഞ്ഞു, എസ്രോസും കെയ്റോസും. അതിൽ ഒന്നാമത്തേതിന്റെ മീനിങ് എന്താണ്? മലയാളം മീനിങ് കാലാനുക്രമമായ സമയം. രണ്ടാമത്തേതിന്റേത് ഒരു കാര്യം ചെയ്യാനുള്ള സമയം എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ കാര്യം മാത്രം, അതിനുവേണ്ടി മാത്രം ചെയ്യുന്ന സമയം, പിന്നെ അത് ആവർത്തിക്കത്തില്ല, അതിനുള്ള ഒരു സമയമാണ്. ഈ രണ്ടും ആരുടെ കയ്യിലിരിക്കുന്നു എന്ന് പറഞ്ഞ് പിതാവിന്റെ അവകാശത്തിലിരിക്കുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ആയിരുന്നുകൊണ്ട് നമ്മുടെ സമയം അവസാനിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇരുന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാൻ, എന്തൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇനി എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട് അല്ലെ. പ്രാർത്ഥിക്കുവാനായിട്ട് പ്രതികൂല സാഹചര്യത്തിലും അവർ പ്രാർത്ഥിക്കാനായിട്ട് അവർ കൂടിയുണ്ട്. സ്തോത്രം.
അല്ലെ? അവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുവിനെ ക്രൂശിക്കുമ്പോൾ യേശുവിന്റെ ഉയർപ്പും ഒക്കെ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അല്ലെങ്കിൽ വിരോധികൾ വളരെ വിരളി പിടിച്ച് ഓടി നടക്കുന്ന ഒരു സമയമാണ്. ആ സമയത്തും എന്ത് ചെയ്തു? അവർ ഭയപ്പെട്ടു പോയില്ല. അവർ ഇതിനെക്കുറിച്ചൊന്നും എന്ത് ചെയ്യുന്നില്ല. പല ഭയങ്ങളൊക്കെ അവരുടെ അകത്ത് വന്നെങ്കിലും ഞാൻ ചിന്തിക്കുക, രാജ്യം വിട്ടു പോകുന്ന നിലയിലേക്കൊന്നും അവർ വന്നില്ല. അവരെന്ത് ചെയ്തു? പിന്നെ ഇത് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച എനിക്ക് ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ ഭാഗം വായിച്ചപ്പോൾ എന്നെ അധികമായി സന്തോഷിപ്പിക്കാൻ വെളിപ്പെടുത്തുകയും ചെയ്തൊരു ഭാഗമാണ്. സ്തോത്രം. ഏത് പ്രതികൂല സാഹചര്യത്തിലും ദൈവമക്കൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചാൽ അവിടെ ഒരു വലിയ പകർച്ച ദൈവം ചെയ്യുവാനാകട്ടെ. ദൈവം നമ്മെ അവിടെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഈ പഠിപ്പിച്ച ഭാഗത്ത് ഏതെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചോദിക്കാം. പഠിപ്പിച്ച കാര്യം മറ്റു കാര്യമല്ല. ഇപ്പൊ